السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നമസ്കാരം എന്ന ഇബാദത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആരാധനാ കർമ്മമായും ഏകാഗ്രതയും ഖുശൂഉം എല്ലാം സമ്മേളിക്കുന്ന അല്ലാഹുവുമായുള്ള മുനാജാത്തിനെയാണ്, രഹസ്യ സംഭാഷണത്തെയാണ് നിസ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നതും എന്നൊക്കെ നാം മനസ്സിലാക്കിയ വിഷയമാണ്. നിസ്കാരത്തിൽ അതിനുവേണ്ടി തയ്യാറായി മുസല്ല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ആളുകളൊക്കെ പറയുന്നത് പോലെ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന പടം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നിസ്കരിക്കുന്ന സ്ഥലം എന്നാണ് മുസല്ല കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ മുസല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പള്ളിയിലാവാം, വീട്ടിലാവാം. അങ്ങനെ നിസ്കരിക്കുന്ന ഏത് ഇടത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എങ്ങനെയാണ് നാം നിസ്കാരത്തെ സമീപിക്കേണ്ടത്, അതിനെ സ്വീകരിക്കേണ്ടത് എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിസ്കാരത്തിന്റെ തുടക്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏത് ആരാധനയുടെയും കാതലായ വശം, ഏത് സൽക്കർമ്മത്തിന്റെയും സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമായ നിയ്യത്താണ്. നമ്മൾ ഏതൊരു വഖത്ത് നിസ്കാരത്തിന് ഒരുങ്ങുമ്പോഴും ഇന്ന വഖത്തിനാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തെയാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് സംസാരിച്ചതാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ്, അത് ഉച്ചരിക്കലല്ല, നാവിന് അതിൽ പ്രത്യേക റോളില്ല. ചില ആളുകളൊക്കെ തന്നെയും ഉസല്ലി ഫർള ളുഹുർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില വാചകങ്ങൾ ഉച്ചരിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. മാത്രമല്ല, ഈ ഉസല്ലി എന്ന വാക്ക് എത്ര സമയമെടുത്താണ് ആ വസ്വാസിൽ നിന്നുണ്ടാകുന്ന ഒരു പൈശാചിക പ്രേരണ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന, അത് പറഞ്ഞും ശരിയാവാത്തതുപോലെ തോന്നുകയും അങ്ങനെ നിസ്കാരം എന്ന ഇബാദത്തിനെ വളരെ പ്രയാസകരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രീതി ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, പറച്ചിലല്ലോ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് കരുതലാണ്. മനസ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു ബോധത്തെയാണ്, ഞാൻ ഇന്ന നിസ്കരിക്കാൻ പോവാണ്, ളുഹറിന്റെ സമയത്താണെങ്കിൽ ഞാൻ ളുഹർ നിസ്കരിക്കാം, ആ ഒരു ബോധം ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നിയ്യത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഏതൊരു പ്രവർത്തനത്തെയും അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം നിയ്യത്താണ്. നിസ്കാരത്തിന് മാത്രമല്ല. ഇപ്പൊ ഒരാള് പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കണില്ല, കുടിക്കണില്ല, എന്തേ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? പട്ടിണി എന്ന ഒരു റിസൾട്ട് അല്ലാതെ, ഒരു ഫലമല്ലാതെ വേറൊന്നുമില്ല. നേരെ മറിച്ച് ഒരാൾ പ്രഭാതത്തിൽ എണീറ്റ് അവൻ ഒരു നിയ്യത്തോടുകൂടി, ഒരു കരുതലോടുകൂടി, ഞാൻ ഇന്ന് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒരു നോമ്പ് എന്നുള്ള നിലയിൽ അള്ളാഹുവിന് അവനിലേക്ക് അടുക്കാൻ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നിശ്ചയിച്ച ഒരു നോമ്പ് ഞാൻ നോൽക്കാൻ പോവുകയാണ് എന്ന കരുതലോടുകൂടിയാണ് എങ്കിൽ, അങ്ങനെ അവൻ അന്നപാനീയങ്ങൾ പ്രദോഷം വരെ അവൻ ഉപേക്ഷിക്കുന്ന പക്ഷം അത് നോമ്പായി പരിഗണിക്കുന്നു. അല്ലാതെ എന്തെങ്കിലും കേവലം നമ്മൾ ചെയ്തത് കൊണ്ട് അത് സൽക്രമമായി മാറുന്നില്ല. നേരെ മറിച്ച് അതിന്റെ പിന്നിൽ നിയ്യത്തുണ്ടാവണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ചില ആളുകൾ ഈ നിസ്കാരത്തെ സമീപിക്കുന്നത് ഈ രൂപത്തിൽ നിയ്യത്ത് എന്ന് പറയുകയും എന്നാൽ കരുതുന്നതിന് പകരം പറച്ചിലായി, പ്രവാചകരോ സ്വഹാബത്തോ അഇമ്മത്തോ ആരും തന്നെ പഠിപ്പിക്കാത്ത ഈ ഒരു സംഗതി കേവലം ആ ഒരു പറച്ചിലൂടെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നബിയും സ്വഹാബത്തും പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു സംഗതി ഞാൻ പുതുതായി കൊണ്ടുവന്നു എന്നുള്ളതാണ്.
ഞാനൊരു സംഗതിയെ എനിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുക വഴി അവിടെ എന്താ സംഭവിക്കുന്നത്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യത്തെ ദീനിൽ ആരെങ്കിലും പുതുതായി ചേർത്താൽ, എന്നാൽ ഇവിടെ നബിയുടെ മാതൃകയില്ല, ഉസല്ലി എന്ന പറച്ചിലിന് മാതൃകയില്ല, അതുപോലെ തന്നെ നവൈതു സൗമഉദ്ദീൻ എന്നതിന് യാതൊരു പിൻബലവുമില്ല എന്നിരിക്കെ സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്ത താബിഈകളുടെയോ തബഉ താബിഈകളുടെയോ ഒന്നും തന്നെ മാതൃകയില്ലാത്ത ഈ ഒരു സംഗതി ആരെങ്കിലും മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ പുതുതായി ഉണ്ടാകുന്ന ആചാരങ്ങളും ബിദ്അത്താണ് എന്നും ബിദ്അത്തെല്ലാം വഴികേടാണ് എന്നും നബിയുടെ വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ ഏതൊരു വിഷയത്തിലും നബിയുടെ മാതൃക സ്വീകരിക്കുക, പ്രവാചകൻ അതുപോലെ തന്നെ സ്വഹാബത്ത് അത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സലഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ. നിസ്കാരത്തിന്റെ ഒരു ചുരുക്ക രൂപം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെ പറയണം, എന്നാൽ ഇന്ന് സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത നിസ്കാരത്തിൽ പറയുന്നു, ഉച്ചരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ അതിന്റെ വിശദ വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് പിന്നീടാവാം. ഇന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുരുക്ക രൂപം എങ്ങനെയാണ് എന്ന് സ്വഹാബത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയും നബിയിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ കണ്ടു മനസ്സിലാക്കിയ സ്വഹാബത്ത് അത് നമുക്ക് പറഞ്ഞു വിവരിച്ചു തരുന്നുണ്ട്. നമ്മള് നേരെ നിൽക്കുന്നു മുസല്ലയിൽ, രണ്ട് കൈകൾ ഉയർത്തുന്നു, ആ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് അതിന് പറയാ. അതാണ് നിസ്കാരത്തിന്റെ ആരംഭം കുറിക്കുന്ന വാക്ക്. അതാണ് ഒന്നാമതായി നിസ്കാരത്തിൽ ചൊല്ലേണ്ട ഉച്ചരിക്കേണ്ട വാക്യം, അല്ലാഹു അക്ബർ. അതിനു മുമ്പ് ഒന്നും പറയാനില്ല. അപ്പൊ ഉസല്ലി എന്നും പറയാനില്ല, മറ്റൊന്നും പറയാനില്ല, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു. നമുക്ക് മുമ്പുണ്ടായിരുന്ന പല ചിരിക്കാനും കളിക്കാനും തിന്നാനും കുടിക്കാനും സംസാരിക്കാനും ഇന്നിത്യാദി കാര്യങ്ങളെല്ലാം അവിടെ ഹറാമാകുന്നു. അതിനെല്ലാം അത് നിഷിദ്ധമാക്കുന്നു. ഇനി സലാം വീട്ടും വരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും വരെ നമ്മൾ നമസ്കാരത്തിലാണ്. നമ്മൾ പിന്നെ മുഹരിമാണ്. ഇപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജോ ഉംറയോ അത് തഹല്ലുലാകുക മുടിയെടുക്കുന്നതിലൂടെ അല്ലേ. അപ്പൊ അതുവരെ അവൻ ആ ഒരു പ്രക്രിയയിലാണ്. എന്നതുപോലെ നിസ്കാരം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പ്രവേശിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓതാനുള്ളത് ഓതുന്നു. പ്രാരംഭ പ്രാർത്ഥന മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. നമ്മൾ ഓതാനുള്ളത് ഓതി പിന്നെ റുക്കൂയിലേക്കാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് റുക്കൂയിലേക്ക് എങ്ങനെയാണ്, മുട്ടുകാലിൽ കൈകൾ രണ്ടും വെച്ച് മുതുകും തലയും ഒരേ രൂപത്തിൽ ഒരേ അനുപാതത്തിലായിരിക്കണം. തല താവാനും പാടില്ല, ഉയരാനും പാടില്ല. വളരെ കൃത്യമായിട്ട് മുതുകും തലയുമെല്ലാം ഒരേ രൂപത്തിൽ വരത്തക്ക വണ്ണമാണ് റുക്കൂഇന്റെ രൂപം. പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ നിവരുകയാണ്. ഇഅ്തിദാൽ എന്നാണ് പറയുക. ഇഅ്തദല എന്നാൽ നേരെയാക്കി എന്നാണ്. അപ്പോ ശരീരത്തെ നേരെ നിർത്തുക, സ്റ്റഡിയായി നിർത്തുക. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അവിടെ കൈ ഉയർത്താനില്ല. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തു. നമ്മള് തക്ബീറത്തുൽ ഇഹ്റാമിന് എങ്ങനെയാണോ കൈ ഉയർത്തിയത് അതുപോലെ തന്നെ ചുമലിന് നേരെ കൈകൾ ഉയർത്തി നമ്മള് ഇഅ്തിദാലിലേക്ക് വരുന്നു. പിന്നെ കൈകൾ ഉയർത്താതെ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. അതാണ് അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന ഒരു അടിമ, ഏറ്റവും അള്ളാഹുവിനോട് അടുക്കുന്ന സന്ദർഭവും സാഹചര്യവും അതാണ്. സുജൂദിൽ നമ്മൾ കൈകൾ വെക്കേണ്ട രൂപം നമുക്കറിയാം. നെറ്റിയും മൂക്കും ഒക്കെ അടങ്ങുന്ന ചില അവയവങ്ങൾ പതിയേണ്ടതുണ്ട്, വിശദമായി പറയാം. പിന്നെ നമ്മൾ ഇടയിലെ ഇരുത്തത്തിലേക്കാണ്. അത് ഇടതുകാലിന്റെ ആ ഒരു പള്ളഭാഗത്ത് ഉൾഭാഗത്ത് നമ്മൾ പിന്നെ നമ്മുടെ ഭ്രഷ്ടം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നിർവഹിക്കുന്നത്. പിന്നീട് നമ്മൾ
വീണ്ടും സുജൂദിലേക്ക് പോകുന്നു, പിന്നെ എണീക്കുന്നു. അവിടെ തക്ബീറത്തുൽ ഇഹ്റാമിന് കൈ ഉയർത്തിയതുപോലെ ഉയർത്താനില്ല. നമ്മൾ വീണ്ടും ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതി പഴയതുപോലെ തന്നെ 2 റക്അത്ത് കഴിഞ്ഞ് എണീക്കുക എന്ന നമസ്കാരമാണ്. ഇപ്പോ 3 റക്അത്തുള്ള മഗ്രിബ്, 4 റക്അത്തുള്ള മറ്റു നമസ്കാരങ്ങൾ, ഇശാ, ളുഹർ, അസ്ർ പോലെയുള്ള നമസ്കാരങ്ങൾ 2 റക്അത്ത് കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മൾ ആദ്യത്തേതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന് കൈകൾ ഉയർത്തിയതുപോലെ കൈകൾ ഉയർത്തിയിട്ടാണ് കൈകെട്ടുന്നത്. പിന്നെ ഈ പറയപ്പെട്ടതുപോലെ തന്നെ പിന്നെ അവസാനത്തെ അത്തഹിയാത്തി എങ്ങനെയാവണം? അത് നമ്മുടെ ഇടത് ഈ ഭാഗം പിന്നെ അത് നിലത്ത് പതിയുന്ന രൂപത്തിലായിരിക്കണം. കാല് നാട്ടി വെച്ചുകൊണ്ട് ഇത് നിലത്ത് പതിയുന്ന രൂപത്തിലായിരിക്കണം. നമുക്കറിയാം ആ രൂപവും കാര്യങ്ങളൊക്കെ. ആ സലാം അങ്ങനെ സലാം വീട്ടുന്നതോടുകൂടി നിസ്കാരത്തിൽ നിന്ന് നമ്മൾ തഹല്ലുലാകുന്നു, നമ്മൾ അതിൽ നിന്നും വിരമിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻ അലിയിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂറു. നിസ്കാരത്തിന്റെ മിഫ്താഹ്, താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കലാണ്, വുദു എടുക്കലാണ്. എന്നാൽ അതിന്റെ തഹ്രീം എന്ന് പറയുന്നത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് തക്ബീറാണ്, അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. അപ്പൊ നമ്മള് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു. പിന്നെ മറ്റു കളികളും ചിരികളും സംസാരം ഒന്നും പാടില്ല. ആ നിസ്കാരത്തിൽ നിന്ന് തഹല്ലുലാകുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന തസ്ലീം കൊണ്ടായിരിക്കണം എന്നാണ്. എന്നാൽ ചില ഹനഫികളിൽപ്പെട്ട ആളുകള് തക്ബീർ കൊണ്ട് തുടങ്ങണം എന്നൊന്നുമില്ല, അള്ളാഹുവിനെ കീർത്തനം ചെയ്യുന്ന ഏതെങ്കിലും വചനമായാ മതി എന്ന ഹനഫികളുടെ ഒരു വാദമുണ്ട്. അത് ആ നിലക്ക് തന്നെ അവർ കൊണ്ടു നടക്കാറുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു പിൻബലവും അതിനില്ല. മാത്രവുമല്ല, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി തസ്ലീം കൊണ്ട് സലാം കൊണ്ട് അവസാനിക്കുന്ന അള്ളാഹുവോട് ഏറ്റവും അടുക്കുന്ന ഇബാദത്ത് നിസ്കാരം. അപ്പോ ഇതിന്റെ ചുരുക്ക രൂപമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വിശദമായി അതിന്റെ വിഷയങ്ങൾ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.